നല്ല അന്തസ്സുള്ള ഒരു ചായ കൂടെ എടുത്തോളൂ രാവുണ്ണിയാരെ. എന്നേണ്ട നേരത്താണോ ജോത്സ്യരെ ചായ? ഈയിടെ ആയിട്ട് ഊണിനോട് അത്ര കമ്പം തോന്നണില്ല ഗോപാല. ഊണിനോട് വേണ്ടായ തോന്നാൻ വല്ല വിശേഷം ഉണ്ടോ ജോത്സ്യർക്ക്? ഏഭ്യത്തരം പറയാതെ താൻ ആ ചായ കൂടെ എടുക്കണം. എന്താ ദേവു ഇതൊക്കെ? ഇതൊന്നും നോക്കി പറഞ്ഞതാ എന്റെ ഏട്ടാ. എന്താ ഇത്? എന്റെ മകന്റെ ജാതകം. എന്റെ ആങ്ങളമാര് പറഞ്ഞ ചക്രവർത്തി തിരുമനസിന്റെ ജാതകം. പെങ്ങളെ, ഇത് നോക്കി എന്ത് പറയാനാ ഞാൻ? അറിയണോ എനിക്ക് എന്താ അവന്റെ മരണം? എനിക്ക് മടുത്തു എന്റെ ഏട്ടാ. കണ്ടോ എന്റെ ഏട്ടൻ ഇത്? വെയിലും മഴയും കൊള്ളാതെ ഞാൻ ചുരുണ്ട് കിടക്കണ കൂര പൊളിച്ച് വിൽക്കാൻ സമ്മതിക്കാത്തതിന് അവൻ തന്നെ സമ്മാനം എന്റെ ആങ്ങളെ. എവിടെ ഉണ്ടവൻ? ബീഡിയുണ്ട് കുറിപ്പ് നിറക്കാൻ. മുൻകൂർ ജാമ്യ FIR കോപ്പി ഒന്നല്ല ഞാൻ ചോദിച്ചത്. കാശിന് 4 എണ്ണം കിട്ടുന്ന ഒരു ബീഡിയല്ലേ? സോറി സാർ, സത്തമംഗലത്ത് ഒരു ക്രിമിനലിനെ തെരഞ്ഞു പോയതായിരുന്നു ഞാൻ കസ്റ്റഡിയിലെടുക്കാൻ. എന്റെ ഭാഗ്യക്കേടെന്നല്ലാതെ എന്നാ പറയാനാ സാറേ. ഞാൻ ചെന്നപ്പോഴേക്കും ആള് മുങ്ങി. സോറി സാർ, ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് ആ ASI ശ്രീധര മേനോനും എനിക്കൊരു ഇൻഫർമേഷൻ തന്നില്ല. നൊന്തോ എന്റെ കുട്ടിക്ക്? പാവമാണ് സാർ എന്റെ കുട്ടി, ഉപദ്രവിക്കരുത് അവനെ. സോറി മാഷേ, വല്ലാതെ പ്രൊവോക്ക് ചെയ്തപ്പോ. അറിയാം, സാറിന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഇവന്റെ 5ാം വാരി കലങ്ങിയാനെ. മാപ്പ്. ഇവന് വേണ്ടി തരാൻ സാറിനോട് ഞാൻ ചോദിക്കണു മാപ്പ്. എങ്ങനെ ഉണ്ടായി സാറേ സാറിനെ പോലുള്ള ഒരാൾക്ക് സഹോദരനായിട്ട് ഈ പിശാചിന്റെ സന്തതി? പാണ്ഡുവിന് ധൃതരാഷ്ട്രർ, കുംഭകർണന് രാവണൻ, സുഗ്രീവന് ബാലി. ഇപ്പൊ ഈ പാവപ്പെട്ട ഇരിങ്ങണ്ണൂർ ഭരത പിഷാരടിക്ക് ഒരു വിശ്വനാഥനും. ഒക്കെ ദൈവത്തിന്റെ ഓരോ തമാശകള്. വിട്ടേക്ക് സാറേ, കൊണ്ടുപോയിക്കോട്ടെ ഞാനിവനെ. മാഷെ പോലുള്ള ഒരാള് പുറകെ നടക്കാനുണ്ടല്ലോ എന്നുള്ളതാ ഇവന്റെ അഹങ്കാരത്തിനൊക്കെ കാരണം. ക്ഷമിക്ക, ഓരോരുത്തർക്കും ഓരോ ജാതകമാണ്, ഓരോ വിധി, ഓരോ DNA. വിശ്വനാഥ, എന്റെ വണ്ടിയിലോട്ട് കയറി. വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് നോക്കളാം. നിങ്ങളൊക്കെ വലിയ മാന്യന്മാരല്ലേ? ആ, മറ്റന്നാൾ അയക്കാം. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ ബാലകൃഷ്ണ? മറ്റന്നാൾ തന്നെ അയച്ചോളാം, ഡിലേ ഉണ്ടാവില്ല. ആ, ചെണ്ടു തോൽക്കും മണി ചുണ്ടിൻ ചോപ്പു കണ്ട മുളം തണ്ടിൽ മുളി നിൽക്കും വരി വണ്ടും ചൊന്നിടുന്നു പരിഭവം. വല്ല യക്ഷിയും വന്ന് മുറുക്കാൻ ചുറ്റി തന്നെന്ന് വിചാരിച്ചോ മാഷ്? ഇതിപ്പോ വിചാരിക്കാൻ മാത്രം എന്താ ഉള്ളേ? ഈ ഒരു രക്ഷ തന്നെയല്ലേ, രക്ഷി. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. വന്ന് രാത്രിയിൽ ഇപ്പൊ മതിലേ കാണാൻ തുടങ്ങിയല്ലേ? ഒരു കള്ള ഗന്ധർവന്മാര് നട്ടപ്പാതിര നേരത്തെ വന്ന് മോഹിപ്പിച്ചാല് മതില് ചാടാണ്ടിരിക്കാൻ പറ്റുമോ? ആട്ടെ, പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് എന്തെടുക്കുക? കോലാർ സ്വർണ്ണഖനിന്ന് കുറച്ച് സ്വർണം കുഴിച്ചെടുക്കുക. എന്താ വേണോ ഒരു മുറത്തിൽ പൊന്ന്? കഥകളി സമ്പ്രദായത്തിലെ വൈജാത്യങ്ങൾ. മാതൃഭൂമി MT സാറെ വിളിച്ചു പറഞ്ഞ ഉടനെ കൊടുക്കണം. നീ ഇങ്ങോട്ടാ. കഥകളെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ 4-5 കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി.
എന്തു പറ്റി? മനസ്സൊന്ന് പാളം തെറ്റി. സാരമില്ല, പേടിച്ചു പോയ നീ. 3-4 ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ടാ. നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. ഉറങ്ങിക്കോളൂ, എഴുത്തും വായനയൊക്കെ പിന്നെ ആവാം. നീ പോയിക്കോളൂ.